ഈ അടിമകളെ ഒരു റോമൻ കുഴിയിലേക്ക് എറിഞ്ഞു. അവിടെ അവർക്ക് കാട്ടുബാബൂൺ കുരങ്ങുകളോട് പോരാടേണ്ടി വന്നു. വാളോ പെരമയോ ഇല്ല. ജനക്കൂട്ടം മനുഷ്യരെ കീറിമുറിക്കുന്നത് കാണാൻ പിച്ചവും പിടിച്ചവനായി. കുഴിയുടെ അടിയിൽ ബാബൂണുകൾ ഇരുട്ടിലെ കൂട്ടിൽ കിടന്നു. വിശന്ന് ദേഷ്യത്തോടെ തിളച്ചു. ഗേറ്റ് തുറന്നതും വിശന്ന ഈ വേട്ടക്കാർ പുറത്തേക്ക് ചാടി. പക്ഷേ ഇതൊന്നും യാദൃശ്ചികമായി നടന്നതല്ല. മറഞ്ഞിരുന്ന മുറികളിൽ നിന്ന് ഗാർഡുകൾ അമ്പുകളെയ്തു ബാബൂണുകളെ കൂടുതൽ ഉത്തേജിപ്പിക്കാൻ. പിന്നെ തുടങ്ങി കൂട്ടക്കൊല. ഓരോ അടിമയും ബാബൂണുകളുടെ ഇരയായി. പക്ഷേ അവരുടെ നേതാവ് പോരാടാൻ വിസമ്മതിച്ചു. അവൻ മരണത്തെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ വിശന്ന ബാബൂണുകൾ ആരെയും വിടില്ല. ഒരു ബാബൂൺ നേതാവ് അനങ്ങാതെ നിൽക്കുന്നത് കണ്ടു. അത് ചാടി അവന്റെ തൊണ്ട ചീറിമുറിച്ചു. രക്തം കണ്ട് ജനക്കൂട്ടം ആനന്ദത്തോടെ കൈയടിച്ചു. ഒരടിമ സഹായത്തിനായി ഓടി തന്റെ കെട്ടപ്പെട്ട കൈകളാൽ ബാബൂണിന്റെ മുഖത്തടിച്ചു. പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. ബാബൂൺ ഇപ്പോൾ ആ അടിമയെ ആക്രമിച്ചു. പക്ഷേ അവൻ തന്റെ ചങ്ങലകൾ ബാബൂണിന്റെ താടിയിൽ കുടുക്കി. ബാബൂണിന്റെ പല്ല് പൊട്ടിയതിനാൽ അത് അലറി. ഇപ്പോൾ പോരാട്ടം തുല്യമായി. ജനക്കൂട്ടം ഭ്രാന്തെടുത്തു. ഇത്ര ക്രൂരത അവർ മുമ്പ് കണ്ടിട്ടില്ല. ബാബൂൺ വേദനയിൽ പിടഞ്ഞു. പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ ദേഷ്യത്തിലാണ്. അത് വീണ്ടും ആക്രമിച്ചു. ഇരുവരും നിലത്ത് വീണു. ബാബൂൺ അടിമയുടെ തൊണ്ട ചീറാൻ ശ്രമിച്ചു. പക്ഷേ അടിമ അതിന്റെ കൈ പിടിച്ചു. അടിമ ബാബൂണിന്റെ കൈ കടിച്ചെടുത്തു. ബാബൂൺ വേദനയിൽ അലറി. ഇപ്പോൾ ബാബൂൺ ഭയന്നു. ഇത്ര ഭ്രാന്തനായ മനുഷ്യനെ അത് ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പോൾ വേട്ടക്കാരൻ തന്നെ ഇരയായി. ബാബൂൺ ഓടിപ്പോകാൻ ശ്രമിച്ചു. പക്ഷേ അടിമ അതിനെ പിടിച്ച് തന്റെ ചങ്ങലകൾ കൊണ്ട് അതിന്റെ തൊണ്ട ഞെരിച്ചു. മുഴുവൻ ജനക്കൂട്ടത്തിലും നിശബ്ദത പടർന്നു. ബാബൂൺ മരിച്ചു. അതും ഒരു മനുഷ്യന്റെ കൈകളിൽ, ഒരു ആയുധവും ഇല്ലാതെ. മുകളിൽ നിന്ന് രാജാവ് എല്ലാം കണ്ടു. അവൻ ഞെട്ടി സന്തോഷവാനുമായി. അവൻ തീരുമാനിച്ചു, ഈ അടിമയെ സ്വതന്ത്രനാക്കില്ല, മറിച്ച് അടുത്ത പോരാട്ടത്തിനായി സൂക്ഷിക്കും. കാരണം ജനക്കൂട്ടത്തിന് ഇപ്പോൾ മനുഷ്യനല്ല, ഒരു മൃഗം വേണം. ഈ അടിമകളെ ഒരു റോമൻ